श्रीकृष्णाय परब्रह्मणे नमः। ॐ कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 49ാമത്തെ ദശകം വൃന്ദാവന പ്രവേശം. ആ വൃന്ദാവന പ്രവേശത്തിലെ ഗോകുലത്തിൽ ഒരുപാട് ദുർനിമിത്തങ്ങൾ കണ്ടപ്പോഴ് അവിടെ വസിക്കുന്നത് ശരിയല്ല എന്ന് നന്ദഗോപാദികൾക്ക് തോന്നി. ഉടനെ തന്നെ അവരെല്ലാവരും കൂടെ അതിന് എന്താണ് ഒരു പോംവഴി എന്ന് ആലോചിച്ചപ്പോൾ അവിടെ നിന്ന് കുറച്ച് അകലെയുള്ള മനോഹരമായ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന യമുനാ നദി ഒഴുകുന്ന ആ വൃന്ദാവനത്തിലേക്ക് പോകാം എന്നവിടെ തീരുമാനിച്ചു. അങ്ങനെ അവര് വൃന്ദാവനത്തിലേക്ക് യാത്ര ആരംഭിക്കുകയാണ്. ഭാഗവതത്തിലെ ദശമത്തിലെ 11ാം അധ്യായത്തിലെ 21ാമത്തെ ശ്ലോകം തൊട്ട് 16 ശ്ലോകങ്ങളിലായിട്ടാണ് ഈ ദശകത്തിലെ കാര്യം വർണ്ണിച്ചിട്ടുള്ളത്. അതിനെ മനോഹരമായി ക്രോഡീകരിച്ചിരിക്കുകയാണ് ഭട്ടതിരിപ്പാട്. വൃത്തം ഉപേന്ദ്രവജ്ര എന്നാണ്. ഉപേന്ദ്രവജ്ര ജദജാസ്തതോ ഗൗ എന്നാണ് ലക്ഷണം. ഉപേന്ദ്രവജ്രയ്ക്ക് ആദ്യം ജഗണം, പിന്നീട് തഗണം, വീണ്ടും ജഗണം, അതിനുശേഷം 2 ഗുരു. അങ്ങനെ 11 അക്ഷരങ്ങളുള്ള ചെറിയ ശ്ലോകങ്ങളാണ് ഈ ദശകത്തിൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത്. ആദ്യത്തെ ശ്ലോകത്തിൽ പറയാണ്, ഭവത് പ്രഭാവാ വിദുരാഹി ഗോപാഹ തരുപ്രപാദാദികമത്ര ഗോഷ്ഠേ അഹേതുമുത്പാദഗണം വിശങ്ക്യ പ്രയാതുമന്യത്ര മനോവിധേനുഃ. ഭവത് പ്രഭാവാ വിദുരാഹ ഹി ഗോപാഹ തരുപ്രപാദാദികം അത്ര ഗോഷ്ഠേ അഹേതും ഉത്പാദഗണം വിശങ്ക്യ പ്രയാതും അന്യത്ര മനഃ വിധേനുഃ. ഭവത് പ്രഭാവാ വിദുരാഹ പറയാണ്, ഭവത് പ്രഭാവാ വിദുരാഹ, അങ്ങയുടെ പ്രഭാവത്തെ കുറിച്ച് അറിയാത്തവര്, ഭഗവൻ മഹാത്മ്യം എന്തെന്നറിയാത്തവര് ആരാണവര്? ഗോപാഹ. ഈ ഗോപന്മാർ തരുപ്രപാദാദികം, തരു വൃക്ഷം, പ്രപാദം മറിഞ്ഞു വീഴല്, വീഴ്ച. തരുപ്രപാദാദികം വൃക്ഷം കടപുഴങ്ങി വീണു എന്നുള്ളതൊക്കെ എവിടെ? ഗോഷ്ഠേ, ഗോകുലത്തിൽ. അതൊക്കെ വീണുല്ലോ. അതെങ്ങനെ? അഹേതും, ഒരു കാരണവും ഇല്ലാണ്ടാണ്. ഇതിനു മുൻപേ ഒരു കാരണവുമില്ല. കാരണമില്ലാതെ തന്നെ ഉത്പാദഗണം വിശങ്ക്യ, ഉത്പാദഗണം, ആകപ്പാടെ ദുശകനങ്ങളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായി. എത്ര ദുശകനങ്ങളാണ്, ആ ദുർനിമിത്തങ്ങളാണ്. ഇത് വിശങ്ക്യ, വിശേഷേണ ശങ്കയ്ക്ക് കാരണമായി അവർക്ക്. അങ്ങനെ ശങ്കിച്ചവരായ അവർ അന്യത്ര, ഇവിടെ നിന്ന് മറ്റെവിടേക്കെങ്കിലും പ്രയാതും, പോകാനായിട്ട് മനഃ വിധേനുഃ, മനസ്സിൽ തീർച്ചപ്പെടുത്തി. അപ്പൊ എല്ലാവരും കൂടെ ആ ഗോകുലത്തിലുള്ള ദുർനിമിത്തങ്ങൾ കണ്ട് ശങ്കാകുലരായി. ഇവിടെ നിന്ന് മറ്റെവിടേക്കെങ്കിലും പോയേക്കാം എന്നാണ് അവരെല്ലാവരും കൂടെ തീരുമാനിച്ചത് എന്നാണ് അതിന്റെ കാരണം പറയാം. മറ്റൊരിടത്തേക്ക് പോകാനുണ്ടായ കാരണം എന്താണെന്ന് വർണ്ണിക്കുകയാണ്. ഭവത് പ്രഭാവാ വിദുരാഹ ഹി ഗോപാഹ അത്ര ഗോഷ്ഠേ തരുപ്രപാദാദികം അഹേതും ഉത്പാദഗണം വിശങ്ക്യ അന്യത്ര പ്രയാതും മനഃ വിധേനുഃ. തദാന തേന ദുഹു തേനുഹു എന്നുള്ള ലിട്ടിലകാരം ഉപയോഗിച്ചു, ബഹുവചനം ഉപയോഗിച്ചു.
അന്യത്ര പ്രയാതും മറ്റൊരിടത്തേക്ക് പോകുവാൻ മനഃവിധേനുഹു മനസ്സിൽ തീരുമാനിച്ചു. എന്താ കാരണം? അതിന് വിശങ്ക്യ, സംശയിച്ചിട്ടാണ് കാരണം. എന്താണ് ശങ്കിച്ചത്? ഉത്പാദഗണം വിശങ്ക്യ. എത്ര ദുർനിമിത്തങ്ങളായി, ഇനിയും ഇവിടെ ഇരുന്നാൽ പലതരം അപശകുനങ്ങളും ദുർപ്രശ്നങ്ങളും ഉണ്ടാകും എന്നങ്ങടെ സംശയം തോന്നിയതായവർ. അതെങ്ങനെയാണ്? അഹേതും, ഒരു കാരണവുമില്ലാതെ ഈ ദുർനിമിത്തങ്ങൾ, കാരണമില്ലാതെ വന്ന ദുർനിമിത്തങ്ങളെ കണ്ട് ശങ്കിച്ചവരാണ് മറ്റൊരിടത്ത് പോകാൻ തീരുമാനിച്ചത്. എന്തായിരുന്നു അഹേതുവായിട്ടുള്ള ദുർനിമിത്തം? തരുപ്രപാദാധികം, വൃക്ഷം കടപുഴങ്ങി വീഴുക. അതൊക്കെ എളുപ്പമുള്ള കാര്യമാണോ? ആ വൃക്ഷം ഒരു കുട്ടി ഒരല് വലിച്ചപ്പോഴേക്കും താഴത്ത് പിടഞ്ഞു വീണു. ഇങ്ങനെ വൃക്ഷമൊക്കെ വീണതായിട്ടുള്ള ഈ ഉത്പാദഗണത്തെ, അപശകുനങ്ങളെ, ദുർനിമിത്തങ്ങളെ കണ്ട് എവിടെയാണ് ഇതൊക്കെ സംഭവിച്ചത്? ഗോഷ്ഠേ, ഗോകുലത്തിൽ. ആരാണ് ശങ്കിച്ചത്? ഗോപാഹ. എങ്ങനെയുള്ള ഗോപന്മാര്? ഹേ ഗുരുവായൂരപ്പ, ഭവത് പ്രഭാവാവിദുരാഹ, അങ്ങയുടെ പ്രഭാവത്തെ മനസ്സിലാക്കാത്തതായ ഗോപന്മാർ, ഭഗവൻ മാഹാത്മ്യം അറിയാത്ത ഗോപന്മാർ വൃക്ഷങ്ങളൊക്കെ കടപിഴങ്ങി വീഴുക എന്നുള്ള ദുർനിമിത്തങ്ങളെ കണ്ട് ശങ്കിച്ച് ഇവിടെ നിന്ന് നമുക്ക് എവിടെയെങ്കിലും വാസസ്ഥാനം മാറ്റാം എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു എന്നർത്ഥം. ഭവത് പ്രഭാവാവിദുരാഹ ഹി ഗോപാഹ അത്ര ഗോഷ്ഠേ തരുപ്രപാദാധികം അഹേതും ഉത്പാദഗണം വിശങ്ക്യ അന്യത്ര പ്രയാതും മനഃ വിധേനുഹു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവരൊക്കെ വേഗം തന്നെ എവിടേക്ക് പോകാം എന്നുള്ള അഭിപ്രായം അവിടെ എല്ലാവരും കൂടെ മീറ്റിംഗ് കൂടി തീരുമാനിച്ചു. അപ്പൊ പറയാണ്, എല്ലാം ഈശ്വരേച്ഛക്കല്ലേ കീഴടങ്ങി നിൽക്കുന്നത്. പ്രവത് പ്രേരണയായേവ സർവം, എല്ലാം ഗുരുവായൂരപ്പ അങ്ങയുടെ പ്രേരണയ്ക്ക് വശംഗതമായിട്ടുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടി പറഞ്ഞു, ഇവിടുന്ന് കുറച്ചു പടിഞ്ഞാട്ട് മാറിയാല് വൃന്ദാവനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് എന്നുള്ള തീരുമാനത്തിൽ ഗോപന്മാർ എത്തിച്ചേർന്നു. അതാണ് പറയുന്നത്. തത്രോപനന്ദാഭിത ഗോപവർയോ ജഗൗ ഭവത് പ്രേരണയൈവ നൂനം ഇദ പ്രതീച്യാം വിപിനം മനോജ്ഞം വൃന്ദാവനം നാമ വിരാജതീതി. തത്ര, അവിടെ ഉപനന്ദാഭിത ഗോപവർയ, ഉപനന്ദാഭിത ഗോപവർയ, ഉപനന്ദൻ എന്ന് പേരോടുകൂടിയ ഒരു ഗോപശ്രേഷ്ഠൻ, അതാണ് പദം ട്ടോ. തത്ര ഉപനന്ദാഭിത ഗോപവർയ ജഗൗ ഭവത് പ്രേരണയാ ഏവ നൂനം ഇതഃ പ്രതീച്യാം വിപിനം മനോജ്ഞം വൃന്ദാവനം നാമ വിരാജതി ഇതി. തത്ര, ആ ഗോപന്മാരുടെ കൂട്ടത്തിൽ എല്ലാവരും കൂടെ ആലോചിച്ചപ്പോഴ് ഉപനന്ദാഭിത ഗോപവർയ, ഉപനന്ദൻ എന്ന പേരോടുകൂടിയ ഒരു ഗോപശ്രേഷ്ഠൻ, ഉപനന്ദൻ എന്ന് പേരായ ഒരു ഗോപശ്രേഷ്ഠനുണ്ട്. അദ്ദേഹം പറഞ്ഞു, നൂനം ഭവത് പ്രേരണയായവ, ഹേ ഗുരുവായൂരപ്പ അങ്ങയുടെ പ്രേരണ കൊണ്ട് തന്നെയാണ്, തീർച്ചയായും അങ്ങയുടെ പ്രേരണ കൊണ്ട് ഇതഹ ഇവിടെ നിന്ന് പ്രതീച്യാം പടിഞ്ഞാറ് ഭാഗത്ത് വൃന്ദാവനം നാമ വൃന്ദാവനം എന്ന് പേരായ മനോജ്ഞം വിപിനം മനോഹരമായ ഒരു കാട് വിരാജതി, ഈ കാട്ടുപ്രദേശമാണത്, വിരാജതി ശോഭിക്കുന്നു, ഇതി ജഗൗ എന്ന് പറഞ്ഞു. ഇവിടുന്ന് കുറച്ചകലെയായി നമുക്ക് പറ്റുന്നത്, വിരാജതി എന്ന് ഉദ്ദേശിച്ചത് ശോഭിക്കുന്നു, ഈ നമുക്ക് പറ്റുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. എന്താ കാരണം? ഇടയന്മാർക്ക് അവരുടെ ധനമായ പശുക്കൾക്ക് ഇഷ്ടം പോലെ പുല്ല് വേണം, അതുപോലെ അവിടെ ധാരാളം ജലമുണ്ടാകണം, ഇടയന്മാർക്ക് താമസിക്കാൻ പറ്റുകയും വേണം. അതിന് പറ്റിയൊരു സ്ഥലമായിട്ട് ഇവിടുന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞാൽ വൃന്ദാവനം എന്ന് പേരായ മനോഹരമായ ഒരു വനപ്രദേശമുണ്ട് എന്ന് ആരാണ് പറഞ്ഞത്? ഗോപവര്യനായ ഉപനന്ദനാണ് പറഞ്ഞത്. തത്ര ഉപനന്ദാഭിത ഗോപവർയഃ നൂനം ഭവത് പ്രേരണയാ ഏവ ഇതഃ പ്രതീച്യാം വൃന്ദാവനം നാമ മനോജ്ഞം വിപിനം വിരാജതി ഇതി ജഗൗ. തത്ര അവിടെ
ഉപനന്ദാഭിധ ഗോപവര്യ. ഉപനന്ദാഭിധ ഗോപവര്യ. ഉപനന്ദൻ എന്ന അഭിധ പേര്, ഉപനന്ദൻ എന്ന നാമധേയത്തോടു കൂടിയ ഗോപവര്യ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ഗോപൻ നൂനം പ്രേരണയായവ. ഹേ ഗുരുവായൂരപ്പ, തീർച്ചയായിട്ടും അങ്ങയുടെ പ്രേരണയാൽ കൊണ്ട് തന്നെ ഇതഹാ പ്രതീക്ഷ്യാം, ഈ ഗോകുലത്തിൽ നിന്നും പടിഞ്ഞാറോട്ട് മാറി വൃന്ദാവനം നാമ, വൃന്ദാവനം എന്ന് പേരുള്ള മനോജ്ഞം വിപിനം മനോഹരമായ ഒരു കാട്ടുപ്രദേശം വിരാജതി ശോഭിക്കുന്നു ഇതി എന്ന് ജഗൗ പറഞ്ഞു. തത്ര ഉപനന്ദാഭിധ ഗോപവര്യഃ നൂനം ഭവത്പ്രേരണയാ ഏവ ഇതഃ പ്രതീച്യാം വൃന്ദാവനം നാമ മനോജ്ഞം വിപിനം വിരാജതി ഇതി ജഗൗ. ജഗൗ ജഗദുഹു ജഗുഹു എന്ന് ലിട്ടിലകാരം. അതുപോലെ തന്നെ പ്രതീചി എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്, പ്രതീച്യാം എന്ന് സപ്തമിയിൽ ഉപയോഗിച്ചു, പടിഞ്ഞാറ് ഭാഗത്തിൽ. അടുത്ത ശ്ലോകത്തിൽ പറയണ എന്താണ് അവിടെ? ബൃഹദ്വനം തത് ഖലു നന്ദമുഖ്യാഃ വിധായ ഗൗഷ്ടീനമഥ ക്ഷണേന ത്വദന്വിധത്വജ്ജനനീ നിവിഷ്ടഗരിഷ്ടയാനാനുഗതാ വിചേലുഃ. അവിടെ പറയണ ബൃഹദ്വനം തത് ഖലു നന്ദമുഖ്യാഃ വിധായ ഗൗഷ്ടീനം അധ ക്ഷണേന ത്വദന്വിധത്വജ്ജനനീ നിവിഷ്ടഗരിഷ്ടയാനാനുഗതാഃ വിചേലുഃ എന്നൊക്കെ പദം പിരിക്കാം. ഇവിടെ ബൃഹദ്വനം വലിയതായ ആ പ്രദേശം, ബൃഹദ്വനം എന്ന് പറഞ്ഞതായ ഒരു ഗോഷ്ടമാക്കുകയാണ്, അവിടെ ഒരു തൊഴുത്താക്കുകയാണ്, അതിനെ ഒരു ഗോകുലം പോലെ ആക്കി തീർക്കുകയാണ്. അങ്ങനെ ബൃഹദ്വനം തത് ഖലു നന്ദമുഖ്യാഃ, നന്ദഗോപരും പ്രധാനികളും ഒക്കെ ചേർന്ന്, നന്ദഗോപരും കൂട്ടുകാരും എന്നർത്ഥമെടുക്കാം. അവരെന്ത് ചെയ്തു? വിധായ ചെയ്തു. എന്തിനെ? ഗൗഷ്ടീനം അധ ക്ഷണേന. എത്ര നേരം എടുത്തു എന്ന് ചോദിക്കുകയാണ്. ക്ഷണേന, നിമിഷങ്ങൾക്കുള്ളിൽ, വേഗത്തിൽ തന്നെ. ഗൗഷ്ടീനം വിധായ, അതിനെ ഒരു ഗോഷ്ടം എന്ന നിലയ്ക്കാക്കി തീർത്തു. ഒരു തൊഴുത്ത് അല്ലെങ്കിൽ ഗോകുലം, പശുക്കൾക്ക് വസിക്കാനുള്ള, ഇടയന്മാർക്ക് വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാക്കി തീർത്തിട്ട് എന്നർത്ഥം. ഗൗഷ്ടീനം വിധായ ത്വദന്വിത, അങ്ങയോട് കൂടി ചേർന്നിട്ട്. ത്വദന്വിത ത്വജ്ജനനീ നിവിഷ്ടഗരിഷ്ടയാനാനുഗതാഃ, ഒറ്റപ്പദമാണ് അവിടെ പറയണേ. ത്വദന്വിത, അങ്ങയോട് കൂടി. ത്വജ്ജനനീ നിവിഷ്ട, അങ്ങയുടെ അമ്മയും കൂടി കയറിയതായ. എന്ത് ചെയ്തു? ജനനീ നിവിഷ്ട ഗരിഷ്ടയാനാനുഗതാഃ, ഒരു നല്ല ഗരിഷ്ടം എന്ന് വെച്ചാൽ ശ്രേഷ്ഠം എന്നർത്ഥം. ശ്രേഷ്ഠമായ യാനം, വാഹനം, അതിൽ അനുഗതാഹ, അതിന്റെ പിന്നിൽ പിറകെ തൊട്ട് കൊട്ടിക്കൊണ്ട് തന്നെ. വിചേലുഹു, സഞ്ചരിച്ചു, അതിനു വേണ്ടി പുറപ്പെട്ടു. അതായത് വൃന്ദാവനത്തിലേക്ക് അവർ പുറപ്പെട്ടത് എങ്ങനെയെന്ന് പറയാണ്. ആദ്യം ഒരു സെറ്റ് നന്ദമുഖാദികളായി പോയി അവിടെ തൊഴുത്തിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു. പശുക്കൾക്കും ഇടയന്മാർക്കും വസിക്കാൻ തക്കവണ്ണമുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്ത ശേഷം വീണ്ടും അങ്ങയും അങ്ങയുടെ അമ്മയും കയറിയ വിശിഷ്ടമായ വാഹനത്തെ പിന്തുടർന്നുകൊണ്ട് എല്ലാവരും പുറപ്പെട്ടു. ഇതാണ് കാര്യം. അതിൽ എന്തൊക്കെ? ത്വദന്വിതം, അങ്ങയോട് കൂടി ചേർന്നത്. ജനനീ നിവിഷ്ടം, അമ്മയും പോലും കയറിയത്. ഗരിഷ്ടം, ശ്രേഷ്ഠമായ. യാനം, വാഹനം, അതിനെ അനുഗതാഹ, പിന്തുടരുന്നവരായി. വിചേലുഹു, സഞ്ചരിച്ചു, പുറപ്പെട്ടു എന്നർത്ഥം. വിചചാല, വിചേലതുഹു, വിചേലുഹു എന്ന് ലിട്ടിലകാരം തന്നെ പ്രയോഗിച്ചു. ഗോഷ്ട ശബ്ദത്തിന് ഭൂതപൂർവാർത്ഥത്തിൽ ഒരർത്ഥ പ്രത്യയം കഞ്ഞ് എന്നൊരു പ്രത്യയം ചേർത്തിട്ടാണ് ഗൗഷ്ടീനം എന്ന് എഴുതിയത്. അതായത് പഴയ ഗോഷ്ടം എന്ന നിലയിലാക്കി എത്രയാ ബൃഹദ്വനം എന്ന പ്രദേശത്തെ. വൃന്ദാവനത്തിൽ തന്നെ അവിടെ ചെന്ന് ഒരു പഴയ ഗോഷ്ടം എന്നുള്ളത് പോലെ തയ്യാറാക്കി. എന്നിട്ട് അവിടേക്കാണ് എല്ലാവരും കൂടി പോയത് എന്ന് പറയാണ്. അധ ക്ഷണേന നന്ദമുഖ്യാഃ തത്ഖലു ബൃഹദ്വനം ഗൗഷ്ടീനം വിധായ
ത്വദന്വിതത്വജ്ജനനീ നിവിഷ്ടഗരിഷ്ടയാനാനുഗതാഹ വിശേലു. അവരവിടെ ചെന്ന് ഒരു തൊഴുത്ത് പോലെയൊക്കെ ഒന്ന് റെഡിയാക്കി അത് ഇടയന്മാർക്കും ആ പശുക്കൾക്കും താമസിക്കാൻ സൗകര്യമുള്ള പ്രദേശമാക്കി തീർത്ത് അവിടേക്ക് എല്ലാവരും പുറപ്പെട്ടു. അവിടെ പോകുമ്പോൾ അങ്ങയുടെ കൂടെ അങ്ങയുടെ അമ്മയും മനോഹരമായ ശ്രേഷ്ഠമായ വാഹനത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ആ വാഹനത്തെ പിന്തുടർന്നുകൊണ്ട് മറ്റുള്ളവരും സഞ്ചരിച്ചു. ആ പോകുന്നവരെങ്ങനെ പോയി എന്ന് പറയാണ്. അനോ മനോജ്ഞധ്വനിതേനുപാളീകുരപ്രണാദാന്തരതോ വധൂഭിഃ ഭവദ്വിനോദാലപിതാക്ഷരാണി പ്രപീയനാജ്ഞായതമാർഗദൈർഘ്യം. കുറെ ദൂരമുണ്ട് ഗോകുലത്തിൽ നിന്നും വൃന്ദാവനത്തിലേക്ക്. പക്ഷെ വൃന്ദാവനത്തിലേക്കുള്ള പോകുന്ന മാർഗദൈർഘ്യം, ആ ദൂരയാത്ര അറിഞ്ഞതേ ഇല്ല. ക്ഷണം കൊണ്ട് അവരവിടെ എത്തിച്ചേർന്നു എന്ന് പറയാൻ വേണ്ടി പറയാണ്. എങ്ങനെ? അനോ മനോജ്ഞധ്വനിധേനുപാളീകുരപ്രണാദാന്തരതഃ വധൂഭിഃ ഭവദ്വിനോദാലപിതാക്ഷരാണി പ്രപീയ ന അജ്ഞായത മാർഗദൈർഘ്യം. ഇതൊക്കെയാണ് പദം. അല്ലെ എന്താ പറഞ്ഞ? അന എന്ന് പറഞ്ഞാൽ വണ്ടി. അനസ് വണ്ടി എന്ന് പറഞ്ഞുണ്ടല്ലോ. അനഹാനസി അനാംസി എന്ന വണ്ടിയുടെ പര്യായമാണ്. ഇവര് പോകുന്ന ശകടമുണ്ടല്ലോ, ആണോ ഒരു ശകടമല്ല. ഒരു ശകടത്തിൽ, ഗരിഷ്ഠമായ ശകടത്തിൽ അമ്മയും കൃഷ്ണനും ഒക്കെ ഉണ്ട്. അതിന്റെ പിന്നിൽ മറ്റു വാഹനങ്ങളും ഉണ്ട്. അപ്പൊ പറയണ അനോ മനോജ്ഞ, ആ വണ്ടികളുടെ മനോജ്ഞം, മനസ്സിന് സുഖകരമായിട്ടുള്ള ധ്വനി, വണ്ടി ഉരുളുന്ന ഒച്ചയുണ്ടല്ലോ, അത് നല്ല രസകരമായി കേട്ടു അത്രേ. അതുകൊണ്ട് പറയണ അനോ മനോജ്ഞ ധ്വനി. അങ്ങനെ മനോഹരമായിട്ടുള്ള വണ്ടികളുടെ ഉരുളുന്ന ശബ്ദം. അതിനോടൊപ്പം തന്നെ ധേനുപാളീഘുര പ്രണാദന്തരതഃ, ധേനു മാട്ടിൻകൂട്ടങ്ങളുണ്ടല്ലോ, അവരുടെ ഖുരപ്രണാദാത്, ആ ഖുരങ്ങളുടെ പ്രാനാദം, ശ്രേഷ്ഠമായ ശബ്ദം, ആ കുളമ്പടി ശബ്ദങ്ങൾ, അതിൻ്റെയും അന്തരത, ഇടയിലൂടെ പോകുന്ന പോക്കില് വണ്ടികളുടെ ഉരുളുന്ന ഒച്ച, പിന്നിൽ വരുന്ന മാട്ടിൻകൂട്ടങ്ങളുടെ ഇടയിലൂടെ ഭവദ്വിനോദാലപിതാക്ഷരാണി, അങ്ങയുടെ വിനോദമായിട്ടുള്ള, അതായത് എരമ്പോക്കായിട്ട് ആലപിതം കൊഞ്ചി പറയുന്ന അക്ഷരാണി, ആ വാക്കുകളെയും പ്രപീയ ആസ്വദിക്കുക, അത്രേ പാനം ചെയ്യുകയാണെന്ന്. ഭഗവാന്റെ കൊഞ്ചി പറയുന്നതായ വാക്കുകളൊക്കെ അങ്ങോട്ട് പാനം ചെയ്തുകൊണ്ട് എന്ന് പറയണം. പാനം ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങോട്ട് അനുഭവിക്കുകയാണ് അവര്. അങ്ങനെ ഭഗവാന്റെ കൊഞ്ചലു അനുഭവിച്ചുകൊണ്ട്, ആ മഴല ചൊല്ലൊക്കെ മനസ്സിൽ കേട്ടുകൊണ്ട്, വധൂവിഹി, ഈ സ്ത്രീകളാൽ, ഗോപസ്ത്രീകളാൽ, മാർഗദൈർഘ്യം ന അജ്ഞായത, വഴി ദൂരം അറിയപ്പെട്ടില്ല. പ്രയോഗം മാറ്റിയിരിക്കുകയാണ്. സ്ത്രീകളാൽ മാർഗത്തിന്റെ നീണ്ട വഴി കടന്നുപോയത് അറിയപ്പെട്ടില്ല. സ്ത്രീകള് നീണ്ട ദൂരം യാത്ര ചെയ്തത് അറിഞ്ഞതേയില്ല. അവർക്കതിന് അകമ്പടി സേവിച്ചത് ആ വണ്ടികളുടെ ഉരുളുന്ന മനോഹരമായ ശബ്ദം. പോരാത്തതിന് പശുക്കളുടെ കുളമ്പടിയുടെ ശബ്ദം. അതിൻ്റെ ഇടയിൽ ഭഗവാന്റെ കൊഞ്ചിട്ടുള്ളതായ സംസാരം. ഇതെല്ലാം കേട്ടതായ ഗോപവധുക്കൾക്ക് താങ്കൾ ഇത്രയും ദൂരം കടന്നു വന്നത് അറിഞ്ഞതേയില്ല. ഇതാണ് അർത്ഥം. എങ്ങനെ അറിയും? ഭഗവാന്റെ സല്ലാപം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. അവർക്ക് അതിൽ മുഴുകിയിരുന്നപ്പോഴേ സ്ഥലകാല ബോധമില്ല. എത്ര ദൂരം യാത്ര ചെയ്തു എന്ന് പോലും അവരറിയുന്നില്ല. ആ ആനന്ദമഗ്നരായിട്ടാണ് ഗോപവധുക്കൾ വരുന്നത്. ഗോപിമാരാണ് വരുന്നത് എന്ന് പറഞ്ഞത്. ഗോപസ്ത്രീകൾക്ക് ഭഗവാനല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ വന്ദേ നന്ദവ്രജ ശ്രീനാം പാദരേണും എന്ന് ഉദ്ധവൻ പറഞ്ഞത്. കാരണം ആ ഭഗവാന്റെ എന്താ പറയാ ലീലകള്, അല്ലെങ്കിൽ ഭഗവാന്റേതായ സംഭാഷണം, അത് കേട്ടുകൊണ്ടിരുന്ന അവർക്ക് എത്ര നേരം കഴിഞ്ഞു പോയാലും മറന്നു പോകും, ഒന്നും അറിഞ്ഞില്ല എന്നർത്ഥം. അതുകൊണ്ട് അതിനെ ഇവിടെ മനോഹരമായിട്ട് വർണ്ണിച്ചു. വണ്ടികളുടെ ഉരുളലിന്റെ ശബ്ദം, പോരാത്തതിന് പശുക്കളുടെ കുളമ്പടി ശബ്ദം, അതിൻ്റെ ഇടയിൽ ഭഗവാന്റെ കൊഞ്ചിക്കൊണ്ടുള്ളതായ ആലപം, ഈ എല്ലാം കേട്ടുകൊണ്ടിരുന്ന ആ സല്ലാപവും കേട്ടുകൊണ്ട് ഗോപസ്ത്രീകൾ ഇത്രയും ദൂരം കഴിഞ്ഞത് യാത്ര ദൂരത്തിനെ
അനുഭവിച്ചതേയില്ല. അനോ മനോജ്ഞധ്വനി ധേനുപാളീഖുരപ്രണാദാന്തരദഃ. അനസ് എന്ന് പറഞ്ഞാൽ വണ്ടി, മനോജ്ഞം എന്ന് പറഞ്ഞാൽ മനോഹരം, അതിന്റെ ധ്വനി ശബ്ദം, വണ്ടി ഉരുളുന്ന ശബ്ദം, മനോഹരമായ വണ്ടിയുടെ ഉരുളൽ ശബ്ദം. ധേനുപാളി, ധേനുക്കളുടെ കൂട്ടം, പശുക്കൂട്ടങ്ങള്, അവരുടെ ഖുര, കുളമ്പുകളുടെ അടി പ്രണാദാത്, ആ കുളമ്പടി ശബ്ദത്തിന്റെ അന്തരത, ഇടയിലൂടെ ഭവദ്വിനോദ ആലപിത അക്ഷരാണി, അങ്ങ് നേരമ്പോക്കായി പറയുന്ന മനോഹരമായ അക്ഷരങ്ങളെയും പ്രപീയ, അങ്ങട് പാനം ചെയ്ത് ആസ്വദിച്ചുകൊണ്ട്, വധൂഭിഹി, ആ സ്ത്രീരത്നങ്ങളാൽ, മാർഗദൈർഘ്യം ന അജ്ഞായത, ആ വഴിയുടെ ദൂരം അറിയപ്പെട്ടതേയില്ല, അവർ ദൂരം അറിഞ്ഞതേയില്ല. ഇനി അടുത്തതില് പറയാണ്, ഇവരെന്ത് ചെയ്യുന്നു വെച്ചാല് ഈ സമയത്ത് നിരീക്ഷ്യ വൃന്ദാവനമീശനന്ദപ്രസൂനകുന്ദ പ്രമുഖദ്രുമൗഘം അമോദദാസാദ്വലസാന്ദ്രലക്ഷ്മ്യ ഹരിന്മണി കുട്ടിമപുഷ്ടശോഭം. നിരീക്ഷ്യ വൃന്ദാവനം ഈശ നന്ദപ്രസൂനകുന്ദ പ്രമുഖദ്രുമൗഘം അമോദധാഹ സാദ്വലസാന്ദ്രലക്ഷ്മ്യ ഹരിന്മണി കുട്ടിമപുഷ്ടശോഭം. വെറുതെ മനോഹരവിധയ വർണ്ണിക്കുകയാണ്. എന്താണ് നന്ദത് പ്രസൂന കുന്ദ പ്രമുഖ ദ്രുമൗഹം. നന്ദൻ എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചു നിൽക്കുന്ന, വിരിഞ്ഞു നിൽക്കുന്ന എന്നർത്ഥം. വിടർന്നു നിൽക്കുന്ന, പ്രസൂനം പൂക്കള്, അത് നിറഞ്ഞ, കുന്തം എന്ന് പറഞ്ഞാൽ കുരുക്കുത്തി മുല്ല എന്ന് പറയും, മുല്ല എന്നാണ് അർത്ഥം കുന്തത്തിന്. കുന്തം മുല്ല, മുല്ലപ്പൂവ്. ഇവിടെ നിറച്ചങ്ങട് കുറ്റിമുല്ല എന്ന് പറയില്ലേ നമ്മള്, ആ കുറ്റിമുല്ലകള് നിറച്ചു പൂത്തു നിൽക്കണ്ടത്രേ. അപ്പൊ വിരിഞ്ഞ പൂക്കൾ നിറഞ്ഞതായ കുന്തപ്രമുഖദ്രുമൗഘം, എന്താ കുന്തം തുടങ്ങിയതായ വൃക്ഷങ്ങളോട് കൂടിയത്. കുറ്റിച്ചെടികളായതുകൊണ്ടാണ് ഞാൻ വൃക്ഷത്തിൽ ചേർത്തിയത്. അങ്ങനെ കുരുക്കുറ്റിമുല്ലകളൊക്കെ പൂത്തു നിൽക്കുക. പിന്നെയോ സാദ്വല സാന്ദ്രലക്ഷ്മ്യ, സാദ്വലം എന്ന് പറഞ്ഞാൽ പച്ച പരവതാനി വിരിച്ച പോലുള്ള പച്ചപ്പുല്ലുകള്, ഇങ്ങനെ ഭംഗിയായിട്ട് പച്ചപ്പുല്ലുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ പച്ചപ്പുൽ തകിടി എന്ന് പറയില്ലേ, അതിന്റെ സാന്ദ്രം തിക്കായിട്ടുള്ള ലക്ഷ്മ്യ കാന്തിയാൽ, പച്ചപ്പുല്ല് ഇങ്ങനെ പട്ടുപരവതാനി വിരിച്ച പോലെ കിടക്കുക അത്രേ, മനോഹരമായിട്ട്. അതിന്റെ കാന്തിയാൽ അത് കണ്ടാൽ എന്ത് തോന്നും? ഹരിന്മണി കുട്ടിമപുഷ്ടശോഭം. ഹരിന്മണി, ഇന്ദ്രനീലക്കല്ല് എന്നൊക്കെ പറയാം. ഇവിടെ ഇന്ദ്രനീലക്കല്ല് എന്ന് വേണ്ട, മരതകപ്പച്ച എന്ന് പറയാം. ഹരിത്ത് എന്നുള്ളതിന് പച്ച, ഹരിത വിപ്ലവം നമ്മളിപ്പോ കേൾക്കണില്ലേ? ഹരിത വിപ്ലവം എന്ന് കേൾക്കുന്നുണ്ട്. എല്ലായിടത്തും പച്ചപ്പ് വരണം എന്ന് വെച്ച കൃഷി. അതുപോലെ ഇവിടെ ഹരിത് മണി, പച്ചക്കല്ല്, ആ പച്ച മരതക പച്ച, അതിനെ കൊണ്ടുള്ളതായ കുട്ടിമം, തറകൾ ഉണ്ടായതുപോലെയുള്ള പുഷ്ടശോഭം, നിറഞ്ഞ ശോഭയോട് കൂടിയതാ. മരതക കല്ലുകൊണ്ട് തറകൾ കെട്ടിയ പോലെ തോന്നുന്നുണ്ട് അത്രേ, അത്ര മനോഹരമായിട്ടുള്ളത്. അങ്ങനെയുള്ള വൃന്ദാവനം നിരീക്ഷ്യ, ആ വൃന്ദാവനത്തിനെ കണ്ടിട്ട്, ഹേ ഈശ, അല്ലയോ ഗുരുവായൂരപ്പ, എന്താണ്? ത്വം അമോദധാഹ, അങ്ങ് സന്തോഷിച്ചുവല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങ് സന്തോഷിച്ചു. ഭഗവാന് വൃന്ദാവനം കണ്ടപ്പോ സന്തോഷായി. കാരണം വൃന്ദാവനത്തിൽ എവിടെയും വിടർന്നു നിൽക്കുന്ന പുഷ്പങ്ങളാണ്, അത് മുല്ല മുതലായിട്ടുള്ളതായ ചെടികളാണ്. അതിന്റെ സൗരഭ്യം എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നു. മാത്രമല്ല മരതക പച്ച തറകളെ കൊണ്ട് എന്നതുപോലെ അഴകാർന്നതായിട്ടുള്ള പുൽത്തകിടുകളും ഇവിടെയുണ്ട്. അങ്ങനെ മനോഹരമായ ആ വൃന്ദാവനത്തെ കണ്ട്, ഹേ ഗുരുവായൂരപ്പ, അങ്ങ് സന്തോഷിച്ചു പോൽ എന്ന് പറയാണ്. അങ്ങ് സന്തോഷിച്ചു എന്ന്. നന്ദപ്രസൂന കുന്ദ പ്രമുഖ ദ്രുമൗഘം. കുന്തം മുല്ല എന്ന് പറഞ്ഞു, പ്രമുഖം കുന്തം തുടങ്ങിയ, മുല്ല തുടങ്ങിയ, ദ്രുമൗഘം വൃക്ഷങ്ങളുടെ കൂട്ടം. വൃക്ഷമല്ലല്ലോ മുല്ല, ഏകദേശം നമ്മൾ അതുകൊണ്ട് കുറ്റിച്ചെടികൾ എന്ന് വിചാരിക്കാം. ഏതായാലും അവിടെയൊക്കെ ധാരാളം മുല്ലച്ചെടികൾ ധാരാളം ഉണ്ട്, പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ശാദ്വല സാന്ദ്രലക്ഷ്മ്യ,
പച്ച പുൽത്തകിടികൾ, അത് ഇടതൂർന്ന പുൽത്തകിടികളാണ്. അതുകൊണ്ട് കാന്തി കൊണ്ട് മരതക പച്ച തറകളാണോ എന്ന് തോന്നുമാറിയിരിക്കുന്ന, അതിനെ കൊണ്ട് ശോഭിച്ചു നിൽക്കുന്ന വൃന്ദാവനം നിരീക്ഷ്യ, ആ വൃന്ദാവനത്തെ നിരീക്ഷ്യ നല്ലവണ്ണം അങ്ങോട്ട് നോക്കി കണ്ടിട്ട്, ഹേ ഈശ, അല്ലയോ സർവേശ്വരനായ ഭഗവാനെ ഗുരുവായൂരപ്പ, ത്വമമോദതാഹ, അങ്ങ് അത്യധികം സന്തോഷിച്ചു. അതായത് ഇവിടെ പറയണ ശാദ്വലമാണ്. ശാദ്വലം എന്ന് പറയാണ്. എന്താണ്? പെട്ടെന്ന് കണ്ടാൽ അത് ഇന്ദ്രനീല പച്ച എന്ന് ഞാൻ പറയുന്നു പറഞ്ഞു. ഇന്ദ്രനീലം എന്ന് പറയും ഹരിന്മണിക്ക്. ഇന്ദ്രനീല പച്ച അല്ലെങ്കിൽ മരതകപ്പച്ച എന്ത് വേണമെങ്കിൽ പറയാം. പരവതാനി വിരിച്ച പോലെ ഇരിക്കുമായിരുന്നു അത്രേ ആ പുൽത്തകിടുകൾ. അവിടെ എങ്ങനെ അവിടെ മണ്ണ് കാണുന്നില്ല, തിക്കാണെന്ന്. ഫുള്ളായിട്ട് അങ്ങോട്ട് പച്ച പുല്ല് വന്ന് നിൽക്കുക. ഇത്ര മനോഹരമായ വൃന്ദാവനത്തെ കണ്ട് അങ്ങ് സന്തോഷിച്ചുവല്ലോ എന്ന് പറയാണ്. നന്ദപ്രസൂന കുന്ദ പ്രമുഖദ്രുമൗഘം ശാദ്വല സാന്ദ്രലക്ഷ്മ്യ ഹരിന്മണി കുട്ടിമ പുഷ്ടശോഭം വൃന്ദാവനം നിരീക്ഷ്യ ഈശ അമോദധാഹ. അടുത്ത ശ്ലോകത്തിൽ പറയാണ് അവിടെ എങ്ങനെയായിരുന്നു എന്ന് പറയാ. കാരണം നവാക നിർവ്യൂഢ നിവാസവേദേഷ്വശേഷ ഗോപേഷു സുഖാസിതേഷു വനശ്രിയം ഗോപകിശോരപാളീ വിമിശ്രിത പര്യകലോകഥാസ്ത്വം. എന്തൊക്കെയാണ്? നവാക നിർവ്യൂഢ നിവാസഭേദേഷു അശേഷ ഗോപേഷു സുഖാസിതേഷു വനശ്രിയം ഗോപകിശോരപാളീ വിമിശ്രിത പര്യക് അവലോകദാഹ ത്വം. ഇതൊക്കെയാണ് പദങ്ങൾ. എന്താ പറഞ്ഞത്? നവാക നിർവ്യൂഢ നിവാസ ഭേദേഷു. അവിടെ നവാക നിർവ്യൂഢ നിവാസ ഭേദേഷു പലതരം എന്താണ് ഇങ്ങനെ ഭംഗിയായിട്ടുണ്ട് അർദ്ധചന്ദ്രാകൃതിയിലുള്ളതായ ചെറിയ ചെറിയ കുടിലുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അവിടെ. അപ്പൊ നമ്മളിവിടെ വാടാനപ്പള്ളി എന്നൊക്കെ പറയില്ലേ, പണ്ടൊക്കെ പള്ളികളായിട്ട് നിർമ്മിച്ചതാ. അത് പള്ളികളാണ്, പള്ളിയല്ല. അതായത് താമസിക്കാൻ പറ്റുന്ന സ്ഥലമാക്കി നിർമ്മിപ്പിച്ചതാണ്. നമ്മളെ മറ്റുള്ളിടത്ത് പോയ ഹള്ളി എന്ന് പറയും, ഇവിടെ പള്ളി എന്ന് പറയും, ചിലയിടത്ത് പിള്ളി എന്ന് പറയും. ഇതൊക്കെ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾക്ക് പേരാണ്. ഇവിടെ വൃന്ദാവനത്തില് അർദ്ധചന്ദ്രാകൃതിയിൽ നിർമ്മിച്ച പല വീടുകൾ എന്ന് പറഞ്ഞാൽ താമസിക്കാൻ പറ്റുന്ന ഓരോ പള്ളികൾ, അതില് നിവാസഭേദേഷു വേറെ വേറെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അശേഷ ഗോപേഷു സുഖാസിതേഷു, എല്ലാ ഗോപന്മാരും സുഖാസിതേഷു സുഖമായിട്ട് വസിക്കാൻ തുടങ്ങിയപ്പോൾ സപ്തമിയായിട്ട് ഉപയോഗിച്ചു, സതി സപ്തമി. അതായത് അവിടെ മനോഹരമായിട്ട് നിർമ്മിച്ച നവാകം എന്ന് പറഞ്ഞാൽ പുതിയത് എന്നർത്ഥം. നവാകമായി നിർമ്മിച്ചിട്ടുള്ളതായ എന്താണ് നിവാസഭേദേഷു വീടുകള് പല പല തരത്തിൽ നിർമ്മിച്ചിരിക്കുകയാണ്. വീടുകളൊക്കെ ഈ അർദ്ധചന്ദ്രാകൃതിയിലാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതായ വാസസ്ഥലങ്ങളിൽ സുഖമായിട്ട് ഈ ഗോപന്മാരൊക്കെ വസിച്ചപ്പോൾ എല്ലാവരും അവിടെ വന്നു വീട് കെട്ടി താമസിക്കാൻ തുടങ്ങി. അവർ വീട് കെട്ടുന്നത് എന്താ? വീടല്ല, താമസിക്കാൻ സൗകര്യമുള്ള ഷെൽട്ടർ അതിങ്ങോട്ട് നിർമ്മിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അങ്ങ് ത്വം ഗോപകിശോരപാളീ വിമിശ്രിത, അങ്ങ് എന്ത് ചെയ്തു എന്നറിയോ? ഗോപകിശോരപാളി, ഗോപന്മാരിലെ കുട്ടികള്, അവരുടെ പാളി സമൂഹം, ഗോപ സമൂഹങ്ങളോടുകൂടി ചേർന്ന് പര്യക്ക് ചുറ്റുമുള്ളതായ വനശ്രിയം ആ കാടിന്റെ മനോഹാരിതയെ അലോകദാഹ നോക്കിക്കണ്ട് രസിച്ചു എന്നർത്ഥം. അങ്ങ് അവിടെയുള്ള ആ ഗോകുലത്തില് വൃന്ദാവനത്തിലുള്ള മനോഹാരിതയെ ഇടയച്ചക്കന്മാരോടൊപ്പം ചേർന്ന് കണ്ട് രസിച്ചു. എപ്പോഴാണ്? ഗോപന്മാരൊക്കെ അവിടെ അവനവന് പറ്റുന്ന വീടുകൾ ഉണ്ടാക്കി പാർക്കാൻ തുടങ്ങിയപ്പോൾ വന്നു, വീട് കെട്ടി എല്ലാവരും താമസിച്ചു തുടങ്ങി. അങ്ങും കൂട്ടുകാരും മാത്രം വൃന്ദാവനശ്രീ കാണാനായിട്ട് ഇറങ്ങി പുറപ്പെടും. എന്നിട്ട് ആ മനോഹാരിതയൊക്കെ കണ്ട് രസിച്ചുവല്ലോ എന്നാണ് പറയുന്നത്. ഇവിടെ നന്നായിട്ട് പര്യക് എന്നുള്ള അർത്ഥം
ചുറ്റുപാടും എന്നർത്ഥം. ഒരു അവ്യയമായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചത്. പര്യക്ക് എന്ന് സമ്യക്ക് എന്ന് പറയില്ലേ, അതുപോലെ പര്യക്ക്. പര്യക്ക് എന്ന് വെച്ചാൽ ചുറ്റുപാടും അർത്ഥം തന്നെയാണ്. പക്ഷെ പര്യക്ക് എന്നുള്ളത് പദമല്ല, പരിതഹ എന്നുള്ള പദം അങ്ങനെയല്ല. ഇവിടെ പര്യക്ക് എന്നൊരു സമ്യക്, പര്യക്, തിര്യക് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പദം. ചുറ്റുപാടും അലഞ്ഞു നടന്ന് അങ്ങ് നോക്കിക്കണ്ട് രസിക്കുക എന്നൊക്കെ പറയില്ലേ, അവലോകയ, അങ്ങ് അവലോകദാഹ, കണ്ടു എന്ന് പറയാണ്. ഇപ്പൊ എന്തൊക്കെയാണ്? നവാക നിർവ്യൂഢ നിവാസഭേദേഷു അശേഷ ഗോപേഷു സുഖാസിതേഷു ത്വം ഗോപകിശോരപാളീ വിമിശ്രിതഃ പര്യക് വനശ്രിയം അലോകഥാഹ. ത്വം അലോകഥാഹ, അങ്ങ് കണ്ടു എന്നാണ്. എന്തിനെയാ കണ്ടത്? വനശ്രിയം അലോകഥാഹ, ആ കാടിന്റെ സൗന്ദര്യത്തിനെ കണ്ട് രസിച്ചു. എങ്ങനെയാണ്? ഗോപകിശോരപാളി വിമിശ്രിത, കൂടെ ആരുണ്ട്? മിശ്രണമുണ്ട്. ആരാ മിശ്രണമായിട്ട് വന്നത്? ഗോപകിശോരപാളികള്, ഗോപന്മാരിലെ കുട്ടികള്, ഇടയ കുട്ടികള്, അവരുടെ സമൂഹങ്ങള്, അവരും കൂടെ ഉണ്ട് കൂട്ടിന്. എല്ലാവരും കൂടിയാണ് ആ വനശ്രീയത്തെ കണ്ടത്, വനമുഖിയെ കണ്ടത്. എപ്പോഴാണ്? ഗോപന്മാരൊക്കെ ഷെൽട്ടർ കെട്ടി സുഖമായിട്ട് താമസിക്കാൻ തുടങ്ങിയപ്പോൾ. അതവിടെ സതിസപ്തമിയായിട്ട് പ്രയോഗിച്ചു. നവാകം എന്ന് പറഞ്ഞാൽ പുതിയത് എന്നുള്ള അർത്ഥത്തിലും ആവാം. നവാക നിർവ്യൂഢം എന്ന് പറഞ്ഞാൽ അർദ്ധചന്ദ്ര ആകൃതിയിൽ നിർമ്മിച്ചത് എന്നും ആവാം. നവാക നിർവ്യൂഢ നിവാസഭേദേഷു അശേഷ ഗോപേഷു സുഖാസിതേഷു ത്വം ഗോപകിശോരപാളീ വിമിശ്രിതഃ പര്യക് വനശ്രിയം അലോകഥാഃ. എന്ത് ചെയ്തു? ആ അവലോകനം എങ്ങനെയാണ് കണ്ട് രസിച്ചത്? ഭഗവാൻ എങ്ങനെയാ വൃന്ദാവനശ്രീ കണ്ട് രസിച്ചത്? അതിനെ വർണ്ണിക്കുകയാണ്. അരാളമാർഗാഗത നിർമ്മലാപാം മരാള പൂജാകൃത നിർമ്മലാപാം നിരന്തര സ്മേര സരോജവക്ത്രാം കളിന്ദകന്യാം സമലോകയസ്ത്വം. അല്ലെ പറയാണ് എന്താണ്? അരാള മാർഗാഗത നിർമ്മലാപാം മരാള കൂജാകൃത നർമ്മലാപാം നിരന്തര സ്മേര സരോജവക്ത്രാം കളിന്ദകന്യാം ത്വം സമലോകയഃ. അല്ല, ഒരു വാക്ക് മാത്രം അങ്ങോട്ട് മാറ്റിയാൽ മതി അന്വയത്തിന്. ത്വം എന്നുള്ളത് മാത്രം. ഒരിക്കൽ കൂടെ പറയാം. അരാള മാർഗാഗത നർമ്മലാപാം മരാള പൂജാകൃത നർമ്മലാപാം നിരന്തര സ്മേര സരോജവക്ത്രാം കളിന്ദകന്യാം ത്വം സമലോകയഃ. അരാളം എന്ന് പറഞ്ഞാൽ വളഞ്ഞത് എന്നർത്ഥം. അരാള മാർഗാഗത, വളഞ്ഞ വഴികളിലൂടെ വന്നു ചേർന്ന നിർമ്മല ആപാം, നിർമ്മലമായ ജലത്തോട് കൂടിയത്. വളഞ്ഞു പുളഞ്ഞൊഴുകുകയാണ് യമുന, പക്ഷെ ജലം അങ്ങനെ തെളിഞ്ഞ ജലം. അതാണ് പറഞ്ഞത്. വാക്കുകൾ നോക്കിക്കോ. അരാളം കുടിലം, വളഞ്ഞത്. മാർഗം കുടില മാർഗത്തിലൂടെ. ആഗതം വന്നു ചേർന്നിട്ടുള്ള. നിർമ്മലം തെളിഞ്ഞിട്ടുള്ളതായ ആപം ജലം. അപ്പൊ നിർമ്മലാപയാണ് ആര്? കാളിന്തി. ആ ജലം വളഞ്ഞു കുളഞ്ഞു വരികയാണ്, പക്ഷെ നിർമ്മലമായ ജലത്തോട് കൂടിയതാണ് ഈ കളിന്തജ. പിന്നെയോ മരാള കൂജാകൃത നർമ്മലാപാം. വാക്ക് നോക്കൂ. മോളില് നിർമ്മലാപം എന്ന് പറഞ്ഞു, അടുത്ത വരിയില് നർമ്മലാപം എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോളണം. മരാളം എന്ന് പറഞ്ഞാൽ അരയന്നങ്ങള്. മരാള കൂജാകൃതം, അരയന്നങ്ങളുടെ കൂകല്. അത് തന്നെ നർമ്മലാപം. ലാഭം എന്ന് പറഞ്ഞാൽ ആലാപം എന്നർത്ഥം. സരസമായിട്ടുള്ള സംഭാഷണം. അതായത് ആ അരയന്നപ്പിടകള് കൂകി കൂകി കൊണ്ട് വരികയാണ്. അത് കണ്ടാൽ തോന്നും കളിന്ത കന്യക എന്തോ അങ്ങനെ രസകരമായി സംസാരിച്ചു കൊണ്ട് വരികയാണോ ഈ ഒഴുകുമ്പോൾ എന്ന് തോന്നും. അങ്ങനെയുള്ളതും. പിന്നെ എങ്ങനെയാണ്? നിരന്തര സ്മേര സരോജവക്ത്രാം. നിരന്തരം എപ്പോഴും തന്നെ എന്ത് ചെയ്തു? സ്മേരം, പുഞ്ചിരിച്ചു നിൽക്കുന്ന. പുഞ്ചിരിക്കപ്പോഴാ, വിടരുമ്പോഴാണ് പുഞ്ചിരി അല്ലെ? സ്മേര സരോജവക്ത്രം, സരോജങ്ങൾ എപ്പോഴും വിടർന്നു നിൽക്കും. അങ്ങനെ വിടർന്നു നിൽക്കുന്ന താമരകളാകുന്ന മുഖത്തോട് കൂടിയവളാണ് ആര്? ഈ കളിന്തകന്യ. അപ്പൊ കളിന്ത കന്യകയായിട്ട് വർണ്ണിക്കുകയാണ്. ആ കന്യക നിർമ്മലമായ ജലത്തോട് കൂടിയവൾ നിർമ്മലയാണെന്ന് പറഞ്ഞു.
അതില് മരാളത്തിന്റെ കൂകലാകുന്നതായ സരസ സംഭാഷണവും ഉണ്ടെന്ന് പറഞ്ഞു. പോരാത്തതിന് എപ്പോഴും പുഞ്ചിരി തൂകുന്ന മുഖകമലത്തോട് കൂടിയവളാണെന്നും പറഞ്ഞു. അതിന് പറഞ്ഞതിനൊക്കെ എന്താണ് സംഭവം? എന്താണ്? ആ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന യമുനാ നദിയിലെ ജലം നിർമ്മലമായിരുന്നു എന്നൊരർത്ഥം. പിന്നെയോ അതിൽ ധാരാളം അരയന്നങ്ങൾ സഞ്ചരിച്ചിരുന്നു. അവരുടെ കൂകൽ തന്നെയാണ് ആ കളിന്തജയുടെ സരസ സംഭാഷണം. അതുപോലെ തന്നെ ധാരാളം താമരപ്പൂക്കൾ വിടർന്നു നിന്നിരുന്നു. ആ വിടർന്നു നിൽക്കുന്ന താമരപ്പൂക്കൾ തന്നെയാണ് ആ കളിന്താത്മജയുടെ മുഖകാന്തി, സ്മേര മുഖകാന്തി എന്ന് വർണ്ണിച്ചു. എന്നിട്ട് പറഞ്ഞു അങ്ങനെയുള്ള കളിന്ത കന്യാം, ഒരു കന്യകയാണെങ്കിൽ കന്യകയ്ക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ഈ കളിന്തയിലുണ്ട്, കളിന്തജയിലുണ്ട്. അത് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കളിന്ത കന്യാം, അങ്ങനെയുള്ള ആ യമുനാ നദിയെ ത്വം അങ്ങ് സമലോകയ നല്ലവണ്ണം നോക്കിക്കൊണ്ടു എന്ന്. കളിന്തന്റെ കന്യകയായ ഈ പെൺകിടാവിനെ എന്നർത്ഥം. ആ പെൺകുട്ടിയെ പോലെ ഓരോ തരത്തിലും ഉദാഹരണങ്ങളെ കൊണ്ട് ഒരു കന്യകയ്ക്കുള്ള സർവ്വ ഗുണങ്ങളെയും ആ യമുനയിൽ ആരോപിച്ചുകൊണ്ട് പറയുകയാണ്. യമുനാ നദി വളഞ്ഞു പുളഞ്ഞൊഴുകുകയാണ്. അതുപോലെ വളഞ്ഞു പുളഞ്ഞ് മനോഹരമായി ആരെയും ശ്രദ്ധിക്കാതെ ഇങ്ങനെ നടന്നു വരുന്ന ഒരു കന്യക. ആ കന്യക വരുന്ന സമയത്ത് മനോഹരമായി സരസ സംഭാഷണവും ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ അതിൽ ധാരാളം അരയന്നങ്ങൾ കൂകിക്കൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രമല്ല അതെപ്പോഴും നിറഞ്ഞ ചിരിയുമായിട്ടുള്ള മുഖഭാവത്തോടു കൂടിയ കന്യകയാണെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞു ആ കളിന്തജയില് ധാരാളം താമരപ്പൂക്കൾ വിടർന്നു നിന്നിരുന്നു. അങ്ങനെയുള്ള ആ അതായത് കളിന്ത കന്യകയായ യമുനയെ ഭഗവാൻ നോക്കിക്കണ്ടു എന്ന്. എന്താണ്? അരാള മാർഗാഗത നിർമ്മലാപാം, നിർമ്മലമായ ജലം ഉള്ളത്. ആപം എന്നുള്ളതിന് അവിടെ വെള്ളം. അപ്പൊ നിർമ്മലായ ജലം നിറഞ്ഞവളായ കളിന്തകന്യയെ എന്ന് പറഞ്ഞു. രണ്ടാമത്തതില് മരാള പൂജാകൃത നർമ്മലാവാം. അവിടെ ലാഭം സംഭാഷണം, നർമ്മം സരസം രസകരമായ നർമ്മ സംഭാഷണം ചെയ്യുന്നവളായിട്ട് എന്ന് പറഞ്ഞു. ആദ്യത്തേതില് നിർമ്മല ആപം എന്ന് പിരിച്ചു, അടുത്തതില് നർമ്മ ലാഭം എന്ന് പിരിച്ചു. ലാഭം ആലാപം കേട്ടാ. ഇനി നിരന്തര സ്മേര സരോജവക്ത്ര, എപ്പോഴും നിരന്തരം സദാ സർവദാ സ്മേരം പുഞ്ചിരി തൂകുന്ന സരോജവക്ത്രാം, താമരമുഖത്തോടു കൂടിയവൾ. എപ്പോഴും ധാരാളം താമരകൾ വിടർന്നു നിൽക്കുന്നതായിരുന്നു ആ യമുന. അങ്ങനെയുള്ള യമുനയെ ത്വം സമലോകയ അങ്ങ് കണ്ടു. ഉണ്ടോ? എങ്ങനെയാണ്? അഭവത് അഭവതാം അഭവൻ അഭവഹ പറഞ്ഞ പോലെ അലോകയത് അലോകയതാം അലോകയത അലോകയ എന്ന് സമലോകയത എന്ന് പറഞ്ഞു. ഇനി അടുത്തതും പറയാണ്. മയൂരകേകാശതലോഭനീയം മയൂഖമാലാശബളം മണീനാം വിരിഞ്ചലോകസ്പൃശമുച്ഛശൃംഗൈഃ ഗിരിഞ്ച ഗോവർദ്ധനായിക്ഷദാസ്ത്വം. മയൂരകേകാശതലോഭനീയം മയൂഖമാലാശബലം മണീനാം വിരിഞ്ചലോകസ്പൃശം ഉച്ഛശൃംഗൈഃ ഗിരിം ച ഗോവർദ്ധനം ഐക്ഷദാഹ ത്വം എന്ന് പദം പിരിക്കുകയാണ്. മയൂര കേകാസത ലോഭനീയം. മയൂരം എന്ന് പറഞ്ഞാൽ മയില്. മയിലുകള് മേഘത്തെ കാണുമ്പോൾ കേക്ക എന്ന ശബ്ദം കൊണ്ട് എപ്പോഴും പീലി വിടർത്തി ആടും. അപ്പൊ പറയണം മയൂര കേക്ക. മയിലുകളുടെ കേക്ക എന്നുള്ളതിന്റെ ആ രാവം ശബ്ദം കൊണ്ട് ആ കേകാശത ലോഭനീയം. നൂറ്റുകണക്കിന് മയിലുകളാണ്. അവരിങ്ങനെ കേകാശബ്ദം മുഴക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ലോഭനീയം, വളരെ മനോഹരമായിട്ടുള്ളത്, നമ്മളുടെ മനസ്സിനെ അപഹരിക്കുന്നത്. പിന്നെ മണീനാം മയൂഖമാലാശബളം, മണികള്, പലതരം രത്നങ്ങളുണ്ട് ഗോവർദ്ധന പർവ്വതത്തിൽ. ആ രത്നങ്ങളുടെ കിരണങ്ങള്, മയൂഖം എന്ന് വെച്ചാൽ കിരണം, മണീനാം മയൂഖം എന്ന് പറഞ്ഞാൽ രത്നങ്ങളുടെ രശ്മികള്. രത്നങ്ങളിൽ നിന്ന് വരുന്ന രശ്മികളുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ മയൂഖമാലാ ശബളം, പലതരം രത്നങ്ങളിൽ പലതരം നിറങ്ങളാണ് പ്രസരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് വർണ്ണശബളം എന്ന് പറയില്ലേ, വിചിത്ര വർണ്ണമായിട്ട് ശോഭിക്കുകയാണ്. അതായത് പർവ്വതങ്ങളിൽ എപ്പോഴും ഖനികളുണ്ട്, അതിലെല്ലാം ധാരാളം രത്നങ്ങളുണ്ട്. ആ രത്നങ്ങളുടെ ശോഭകൾ മിന്നുകയാണ്.
അത് പലതരത്തിന്റെയും പലതരത്തിലുള്ളതാണ് രശ്മികൾ. ആ രശ്മികളൊക്കെ ചേർന്ന് വിചിത്രവർണ്ണമായി തോന്നുന്നു എന്നർത്ഥം. ശബളം എന്ന് പറഞ്ഞാൽ ചേർന്ന് മനോഹരമായി ശോഭിക്കുന്നത്. പിന്നെ ഉച്ചശൃംഗൈഹി, ഉയർന്ന കൊടുമുടികൾ. ആ ഗോവർദ്ധന പർവ്വതത്തിലുള്ളതായ കൊടുമുടികളുണ്ടല്ലോ, വിരിഞ്ചലോകസ്പൃശം, അതിശയോക്തിയോടെ പറയാണ് ബ്രഹ്മലോകം വരെ മുട്ടുമെന്ന്. ബ്രഹ്മലോകം വരെ സ്പർശിക്കുന്ന കൊടുമുടികൾ ഉണ്ടെന്ന്, നല്ല ഉന്നത കൊടുമുടികൾ ഉണ്ട് എന്ന് പറയാണ്. അങ്ങനെയുള്ള ഗോവർദ്ധനം ഗിരിം, ഗോവർദ്ധനം എന്ന പർവ്വതത്തെയും ത്വം ഐക്ഷതാഹ, അങ്ങ് നോക്കിക്കണ്ട് ആസ്വദിച്ചു. നോക്കിക്കോളൂ എങ്ങനെ. മയൂരകേകാശതലോഭനീയം മണീനാം മയൂഖമാലാശബളം ഉച്ചശൃംഗൈഃ വിരിഞ്ചലോകസ്പൃശം ഗോവർദ്ധനം ഗിരിം ച ത്വം ഐക്ഷതാഃ. മയൂരകേകാശതലോഭനീയം, മയിലുകളെ കൂട്ടമായി കേകാരവം ഉതിർക്കുന്നത് കൊണ്ട് ആ ലോഭനീയം, നമ്മളുടെ മനസ്സിനെ ആകർഷിക്കുന്ന തരത്തിൽ സ്പൃഹണീയമായിട്ടിരുന്നു അത്രേ. മണീനാം മയൂഖമാലാശബളം, ആ രത്നങ്ങളുടെ രശ്മികളാൽ പല വർണ്ണങ്ങളിലായി കാണപ്പെട്ടതും ഉച്ചശൃംഗൈഃ വിരിഞ്ചലോകസ്പൃശം, ഉയർന്ന കൊടുമുടികളെ കൊണ്ട് വിരിഞ്ചൻ ബ്രഹ്മദേവൻ വിരിഞ്ച ലോകം ബ്രഹ്മലോകത്തെ സ്പർശിക്കുന്നതുമായ ഗോവർദ്ധനം ഗിരിം, ഗോവർദ്ധനം എന്ന പർവ്വതത്തെ ത്വം ഐക്ഷതാഃ, അങ്ങ് കണ്ടു എന്ന്. അങ്ങനെ ഗോവർദ്ധന പർവ്വതത്തിനെയും കണ്ടു. ഭഗവാൻ അവിടെയൊക്കെ ചുറ്റി നടക്കുകയാണ്. എങ്ങനെ? കൂട്ടുകാരോടൊപ്പം. അതുകൊണ്ട് പറയാണ് സമം തതോ ഗോപകുമാരകൈസ്ത്വം സമം തതോ യത്ര വനാന്തമാഗാഃ തതസ്തതസ്താം കുടിലാം അപശ്യഃ കളിന്ദജാം രാഘവതീമിവൈകാം. നമ്മള് 7ാമത്തെ ശ്ലോകത്തിലെ കളിന്ദ കന്യാം സമലോകയസ്ത്വം എന്ന് പറഞ്ഞു അല്ലേ? കളിന്ദ കന്യകയെ കണ്ടു. എങ്ങനെ? കുടിലമായ ഗതിയോടുകൂടി നിർമ്മലമായ ജലത്തെ വഹിച്ചുകൊണ്ട് അരയന്നപ്പിടകളുടെ നർമ്മ സംലാപത്തോടുകൂടി, അതുപോലെ തന്നെ ധാരാളം എപ്പോഴും പുഞ്ചിരി തൂകുന്നത് പോലെ താമരപ്പൂക്കളോട് കൂടിയ ആ കളിന്ദ കന്യകയെ കണ്ടു എന്ന് പറഞ്ഞു. അതിനെ ഒന്നുകൂടി ഭംഗിയായിട്ട് അടുത്ത ഇത് 9ാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുകയാണ്. നോക്കിക്കോളൂ. സമം തതോ സമം തതഃ ഗോപകുമാരകൈഃ ത്വം സമന്തതഃ യത്ര വനാന്തം ആഗാഃ തതഃ താം കുടിലാം അപശ്യഃ കളിന്ദജാം രാഘവതീം ഇവ ഏകാം. തതഃ ത്വം, അനന്തരം അങ്ങ് എന്ത് ചെയ്തു? ഗോപകുമാരകൈഃ സമം, ആ ഗോപബാലകന്മാരോടൊപ്പം, തതഃ അവിടെ നിന്ന്, പിന്നീട്, ത്വം അങ്ങ്, ഗോപകുമാരകൈഃ സമം ഗോപകുമാരകന്മാരോടൊപ്പം, സമന്തതഃ യത്ര വനാന്തം ആഗാഃ അങ്ങ് നാലുപാടുമായിട്ട്, സമന്തതഃ ചുറ്റുപാടും, നാലുപാടും എന്നർത്ഥം. സമന്തതഃ യത്ര എവിടെയാണോ, വനാന്തമാഗാഃ ആ കാട്ടിപ്രദേശങ്ങളിലൊക്കേക്കും പ്രവേശിച്ചത്, അങ്ങ് കൂട്ടുകാരോടൊപ്പം അവിടെ ഏതെല്ലാം കാട്ടിന്റെ ഉള്ളിൽ പ്രവേശങ്ങളിലേക്ക് പ്രവേശിച്ചുവോ, തതഃ അവിടെയെല്ലാം, അവിടെയെല്ലാം, കുടിലാം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്നതായ, കളിന്ദജാം ആ കളിന്ദ കന്യകയെ, അപശ്യഃ കണ്ടു. എങ്ങനെ കണ്ടു? ഏകാം രാഘവതീം ഇവ, ഏകാകിനിയായ ഒരു കാമുകിയെ എന്ന പോലെ കണ്ടു എന്നാണ്. ഏകാം രാഘവതീം ഇവ, ഒരു അനുരാഗവതി എങ്ങനെ സഞ്ചരിക്കുമോ അതുപോലെ കാണുകയുണ്ടായി എന്ന് അല്ലെ? വരാൻ പോകുന്നതായ എന്താണ്? ഈ കളിന്ദയെ വിവാഹം ചെയ്യണമല്ലോ ഭഗവാന് അല്ലേ? അപ്പൊ ആ ഗോപീ സമാഗമം വരണം. മാത്രമല്ല ഈ കളിന്ദജ രാഘവതിയായിട്ടാണ് നിന്നത്. രാസക്രീഡയിൽ ഇവർക്ക് സാക്ഷിയാണ് ആര്? കാളിന്തി തീരത്താണല്ലോ ഇവരൊക്കെ ഒന്നിച്ചു കൂടിയത്. അപ്പൊ കാളിന്തിയില് രാഘവതിയായി നിൽക്കുന്ന ആ കളിന്ദജയെ വർണ്ണിക്കുകയാണ് ഇവിടെ. അത് മുൻകൂട്ടി പറയാണ്. കളിന്ദ അവൾ എങ്ങനെയുള്ളവളാണ്? ഏകാഗ്നിയായ ഒരു കാമുകിയെ പോലെ നിൽക്കുന്നവളാണ് എന്നർത്ഥം.
രാഗവതീം ഇവ അനുരാഗവതി എന്നതുപോലെ അങ്ങനെയുള്ള ആ കാളിന്തിയെ അപശ്യഹ അങ്ങ് കണ്ടു എന്ന്. ഒരിക്കൽ കളിന്തകന്യാം സമലോകയ പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും പറയണം, അവിടെ കാട്ടിൽ എവിടെയെല്ലാം സഞ്ചരിച്ചുവോ അതാണ് രസം. ആ പ്രദേശത്ത് മുഴുവൻ ചുറ്റിക്കറങ്ങുമ്പോൾ എവിടെയൊക്കെ കറങ്ങിയോ അവിടെയെല്ലാം ഈ കളിന്തകന്യകയും ഇവരോടൊപ്പം വളഞ്ഞു പുളഞ്ഞു വന്നിട്ടുണ്ട് എന്നർത്ഥം. പോകുന്നിടത്തൊക്കെ കാളിന്തി ഉണ്ട്. അതാണ് ഇവിടെ ചുറ്റീകരിക്കുന്നത്. അതായത് തദഹാത്വം ഗോപകുമാരകൈഹി സമം, അനന്തരം അങ്ങ് ഗോപകുമാരന്മാരോടൊപ്പം സമന്തരഹ എത്ര വനാന്തമാകാഹ, ചുറ്റുപാടും എപ്പോഴെല്ലാം കാട്ടുപ്രദേശങ്ങളിൽ ചുറ്റി നടന്നുവോ തദഹ അവിടെ കുടിലാം താം കളിന്തജാം വളഞ്ഞു പുളഞ്ഞൊഴുകുന്നതായ ആ കളിന്തകന്യകയെ രാഘവതീമേകാമിവ ഏകാം രാഘവതീമിവ ഒരു കാമികയെ എന്നതുപോലെ അപശ്യ കണ്ടു എന്ന്. എവിടെയൊക്കെ പോയാലും അവിടെയൊക്കെ ഉണ്ട്. വാസ്തവത്തില് ഭഗവാൻ ചുറ്റി സഞ്ചരിച്ചതൊക്കെ ഗോവർദ്ധന പ്രാന്ത പ്രദേശങ്ങളിലാണ്. അതുകൊണ്ടാണ് 8ാമത്തെ ശ്ലോകത്തിൽ കളിന്തകന്യയെ വീണ്ടും പറയാത്തത്. 7 പറഞ്ഞിട്ട് 8 കഴിഞ്ഞ് 9 വന്നത്. 7 കഴിഞ്ഞ് 8 തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു. കുടിലയായ അവൾ എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ ഭഗവാനെ ചുറ്റി നടന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അവിടെ പറഞ്ഞില്ല. കാരണം ഭഗവാൻ ഗോവർദ്ധനത്തിനും പരിസരത്തിലുമാണ്. പശുക്കളെ മേയ്ക്കാൻ പറ്റുന്ന സ്ഥലം ആ മലമ്പ്രദേശം, ആ പ്രദേശം തന്നെയാണ്. അതുകൊണ്ട് അവിടേക്കാണ് കൊണ്ടുപോവുക ആട്ടിപ്പായിച്ചുകൊണ്ട്. അതുകൊണ്ട് ആ വർണ്ണന പറഞ്ഞിട്ട് വീണ്ടും ഈ കളിന്തജയെ പറഞ്ഞു. ഇപ്പൊ എന്താണ്? തദഹ ത്വം ഗോപകുമാരകൈഹി സമം സമന്തദഹ യത്ര വനാന്തം ആഗാഹ തദഹ കുടിലാം താം കളിന്തജാം ഏകാം രാഘവതീം ഇവ അപശ്യഹ. അങ്ങനെ ഇരുന്നു. ഇനി അടുത്തത് സാധാരണ പറയുന്ന പോലെ ഭട്ടതിരിപ്പാട് തന്റെ രോഗത്തെ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കണം. തഥാ വിധേസ്മിൻ വിപിനെ പശവ്യേ സമുത്സുകോ വത്സഗണ പ്രചാരേ ശരൻ സരാമോധകുമാരകൈസ്ത്വം സമീരഗേഹാധിപ പാഹി രോഗാത്. തഥാ വിധേ അസ്മിന് വിപിനെ പശവ്യേ സമുത്സുകഃ വത്സഗണ പ്രചാരേ ശരൻ സരാമഃ അധ കുമാരകൈഹി ത്വം സമീരഗേഹാധിപ പാഹി രോഗാത്. അല്ല എന്താ പറഞ്ഞത്? സമീരഗേഹാധിപ ഗുരുവായൂരപ്പ രോഗാത് പാഹി, എന്നെ രോഗത്തിൽ നിന്നും രക്ഷിക്കണമേ. എങ്ങനെയുള്ളവനാണ്? ചരൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങ് ആരോടൊപ്പം? കുമാരകൈഹി ആ ഇടയച്ചക്കന്മാരുടെ കൂടെ പോരാ, സരാമഹ രാമനോടുകൂടി സഞ്ചരിക്കുന്ന അങ്ങ്, ചങ്ങാതിമാരോടൊത്ത് സഞ്ചരിക്കുന്ന അങ്ങ് എന്റെ രോഗത്തിനെ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥന. അങ്ങ് എങ്ങനെയാണ് സഞ്ചരിച്ചത്? വത്സഗണ പ്രചാരേ സമുത്സുക. വത്സഗണങ്ങളെ, പശുക്കിടാങ്ങള്, അവയെ കൊണ്ടു നടന്നു മേയ്ക്കാനുള്ള കൊതി കാരണം എന്ന് പറയണം. സമുത്സുക ഔത്സുക്യമുള്ളവനായിട്ട് പശുക്കിടാങ്ങളെയും കൊണ്ട് മേയിച്ചു നടക്കുന്നതിൽ താല്പര്യമുള്ളവനായ അങ്ങ് എവിടെ നടന്നു? വിപിനെ കാട്ടില്. എങ്ങനെയുള്ള വിട്ട്? അസ്മിൻ വിപിനെ ഈ കാട്ടിൽ. എങ്ങനെയുള്ളത്? പശവ്യേ പശുക്കൾക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടതായ ഇത്. പശവ്യമായിരുന്നു വൃന്ദാവനം. പശുക്കൾക്കൊക്കെ ഉള്ളത് ആ പുല്ലും വെള്ളവും ഇഷ്ടം പോലെ കിട്ടും. അങ്ങനെ പറ്റുന്ന സ്ഥലം. തഥാവിധേ അപ്രകാരം മനോഹരം, മോളിൽ പറഞ്ഞ പോലെ മനോഹാരിതയൊക്കെ നിറഞ്ഞു നിൽക്കുന്നതുമാണ്. അപ്പൊ എങ്ങനെ അന്വയം വരും? തഥാവിധേ പശവ്യേ അസ്മിന് വിപിനെ. അപ്രകാരം മനോഹരമായ പശുക്കൾക്ക് താമസിക്കാൻ പറ്റുന്നതായ ഈ കാട്ടിൽ വത്സഗണ പ്രചാരേ സമുത്സുക പശുക്കിടാങ്ങളെ, പൈക്കിടാങ്ങളെ മേച്ചു നടക്കുന്നതിൽ ഉത്സാഹം പൂണ്ടവനായ ഹേ ഗുരുവായൂരപ്പ അഥ അനന്തരം ത്വം അങ്ങ് സരാമഹ രാമനോടൊപ്പം കുമാരകൈഹി ചരൻ ആ കുമാരന്മാരോടൊപ്പവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള സമീരഗേഹാധിപ ഹേ ഗുരുവായൂരപ്പ രോഗാത് പാഹി, എന്നെ രോഗത്തിൽ നിന്നും രക്ഷിക്കണമേ. ഭഗവാൻ ആ പശുക്കിടാങ്ങളെ മേയ്ക്കാനുള്ള താല്പര്യത്തോടു കൂടി ബലരാമനോടൊപ്പം ഗോപകുമാരോടൊപ്പം ആ മനോഹരമായ
വനപ്രദേശത്ത് ചുറ്റിക്കറങ്ങി നടന്നു എന്നാണ്. ആ വനപ്രദേശം പശുക്കൾക്ക് പറ്റിയ സ്ഥലമായിരുന്നു എന്നും കൂടി വർണ്ണിക്കുകയാണ്. എന്തൊക്കെയാണ്? തഥാവിധേ പശവ്യേ അസ്മിന് വിപിനെ വത്സഗണ പ്രചാരേ സമുത്സുകഃ അഥാ ത്വം സരാമഃ കുമാരകൈഃ ശരൻ സമീരഗേഹാധിപ രോഗാത് പാഹി. തഥാവിധേസ്മിൻ വിപിനെ പശവ്യേ സമുത്സുകോ വത്സഗണ പ്രചാരേ ചരൻ സരാമോധ കുമാരകൈസ്ത്വം സമീരഗേഹാധിപ പാഹി രോഗാത്. ചെറിയ വൃത്തമുള്ള ശ്ലോകം, അതുകൊണ്ട് വേഗം തന്നെ ഭഗവാന് സമർപ്പിക്കാൻ സാധിച്ചു. വൃന്ദാവനത്തിൽ ചുറ്റി നടന്ന ആ കളിന്ത കന്യകയെ കണ്ടുകൊണ്ടുള്ളതായ ഭഗവാന്റെ ഇതാണ് സഞ്ചാരം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മനോഹരമാണ്. ഭാവി രാസലീലയ്ക്ക് ഒരുക്കാനുള്ള ഒരു കളമാക്കിയിട്ട് അദ്ദേഹം അവിടെ നോക്കി നിൽക്കണം. അതിന് തയ്യാറെടുത്തുകൊണ്ട് കളിന്താത്മജയും. ഇത്ര മനോഹരമായിട്ടുള്ള ഭാഗമാണ് നമുക്കിന്ന് വർണ്ണിക്കാൻ കിട്ടിയത്. വൃന്ദാവനം എന്നാണ്. ഇതാണ് എത്ര ഭഗവതഃ പാദചിഹ്നാനി വർത്തന്തേ. വൃന്ദാവനത്തിലാണ് ഭഗവാന്റെ പാദചിഹ്നങ്ങൾ ധാരാളമായിട്ട് കിടന്നത് അല്ലെ. ചംക്രമണേന ഭഗവാൻ ജന്മനാ യദുകുലം സമ്പന്നമകരോ, ജന്മം കൊണ്ട് യദുകുലത്തെ സമ്പന്നമാക്കിയെങ്കിൽ ചംക്രമണേന വൃന്ദാവനം സമ്പന്നമകരോ എന്നാണ്. നടന്ന് ആ വൃന്ദാവനത്തെ മനോഹരമാക്കി തീർത്തു. വൃന്ദാവനം രമ്യം. അതാണ് വൃന്ദാവനം അതിമനോഹരമാണ്. എത്ര ഭഗവാൻ മധുവനെ അല്ലെ സന്നിഹിത ഹരിഹി. മധുവനത്തിൽ എപ്പോഴും ഭഗവാൻ സന്നിഹിതനാണ്. ഈ മധുവനം എന്ന് പറയുന്നതും വൃന്ദാവനത്തിൽ തന്നെയാണല്ലോ. അത്രയും മനോഹരമായ വൃന്ദാവനം. വൃന്ദാവനം പോയി കണ്ടു വന്നവർക്കൊക്കെ ആ മനസ്സിൽ ആ രൂപമുണ്ടാവും അല്ലെ. വൃന്ദാവനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സില് ആ വൃന്ദാവനത്തിലെ കാഴ്ചകളാണ് കൂടുതലായിട്ടും തോന്നുക. വൃന്ദാവനം എന്നുള്ളത് ധന്യം. അങ്ങനെ ധന്യമായ ഒരു ഭാഗം നമുക്കിന്ന് എടുക്കാൻ സാധിച്ചത് വിജയദശമി ദിനത്തിൽ, അതും വളരെ ധന്യമായി തോന്നുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അഞ്ജന ശ്രീധര ചാരുമൂർത്തി കൃഷ്ണ അഞ്ജലി കോപി വണങ്ങിടുന്നേൻ കൃഷ്ണ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൈതൊഴുന്നേൻ